എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയതിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 5ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ റിസൾട്ടൊക്കെ വന്നല്ലേ? അപ്പോൾ പല വിദ്യാർത്ഥികളും പറഞ്ഞിരുന്നു റിവാലുവേഷൻ, ഫോട്ടോ കോപ്പി, സ്ക്രൂട്ടണി എന്താണ് ചെയ്യേണ്ടത്? വിചാരിച്ച മാർക്ക് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ റിവാലുവേഷൻ, ഫോട്ടോ കോപ്പി, സ്ക്രൂട്ടണിക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു കാര്യം നിർബന്ധമായും ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും, ഉറപ്പാണ്. വിശദമായ വാർത്തയിലേക്ക് തന്നെ നടക്കാം. ആദ്യമായിട്ട് ഈ കാണുന്ന വിദ്യാർത്ഥികൾ തീർച്ചയായും പഠിക്കേണ്ട മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ നോട്ടിഫിക്കേഷൻ ബെല്ലേക്ക് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും കൂടി ചെയ്തോളൂ. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ശ്രദ്ധ കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ചാനൽ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തന്നെ വളരെ പ്രധാനമറിക്കുന്ന വാർത്തയിൽ നടക്കാം. അങ്ങനെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 5ാം സെമസ്റ്റർ ബിരുദ പരീക്ഷാ ഫലമൊക്കെ പുറത്തു വന്നല്ലേ? അപ്പോൾ പല വിദ്യാർത്ഥികൾ പറഞ്ഞിരുന്നു വിചാരിച്ച മാർക്ക് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അപ്രത്യക്ഷമായി തോറ്റുപോയി. എന്താണ് ചെയ്യുക? നിങ്ങൾക്ക് മുമ്പിൽ 3 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന് റിവാലുവേഷൻ, ഫോട്ടോ കോപ്പി, സ്ക്രൂട്ടണി. ഈ 3 ഓപ്ഷൻസ് ആണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. പക്ഷേ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് നിർബന്ധമായി ശ്രദ്ധിക്കേണ്ടത്, പ്രത്യേകിച്ച് റിവാലുവേഷനൊക്കെ കൊടുക്കുമ്പം തീർച്ചയായും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് മാർക്ക് കൂടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം 100% മാർക്ക് കൂടും, എഴുതിയ മാർക്കിലേക്ക് നിങ്ങൾക്ക് എത്തിയിട്ടില്ല, 100% മാർക്ക് കൂടും എന്ന് ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ മാത്രമേ റിവാലുവേഷൻ കൊടുക്കുന്നതുകൊണ്ട് കാര്യമുള്ളൂ. ഏതാണ്ട് ചില സമയങ്ങളിൽ 900 സംതിങ് രൂപ തന്നെ ഇതിനായി വരാറുണ്ട്. ഈ റീവാലുവേഷൻ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ മാർക്ക് കൂടുമോ എന്ന് ചെയ്യുന്ന വിധത്തോട്ട് പറയാനുള്ളത്, സാധാരണഗതിയിൽ റീവാലുവേഷനിൽ മാർക്കൊക്കെ കൂടുന്ന കാര്യങ്ങൾ പൊതുവെയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ റീവാലുവേഷൻ, ഫോട്ടോ കോപ്പി, സ്ക്രൂട്ടണി എന്നുള്ളത് യൂണിവേഴ്സിറ്റിക്ക് പൈസ ഉണ്ടാക്കാനുള്ള ഒരു മാർഗ്ഗം മാത്രമായിട്ടാണ് ചില സമയങ്ങളിൽ നമ്മൾ കാണാറുള്ളത്. കാരണം പല വിദ്യാർത്ഥികൾക്കും റീവാലുവേഷൻ കൊടുത്തു, ഫോട്ടോ കോപ്പി കൊടുത്തു, പ്ലസ് സ്ക്രൂട്ടണി അപ്ലൈ ചെയ്തു. പക്ഷേ റിസൾട്ടിൽ ഒരു വലിയ ചേഞ്ചോ കാര്യങ്ങളോ ഒന്നും സംഭവിക്കാറില്ല. അത് റിസൾട്ട് വരുമ്പോൾ അങ്ങനെ ഇപ്പോൾ റീവാലുവേഷൻ റിസൾട്ട് വരുമ്പോൾ, അതുപോലെ തന്നെ സ്ക്രൂട്ടണി റിസൾട്ട് വരുമ്പോഴും, ഇപ്പോൾ റീവാലുവേഷൻ റിസൾട്ട് ഒന്നെങ്കിൽ വരും, രണ്ടും ഒന്നിച്ചല്ല, രണ്ടും വേറെ വേറെ വന്ന് കഴിയുമ്പോൾ ഇത് റിസൾട്ട് നോക്കി കഴിയുമ്പോൾ സംഭവിക്കാൻ പോകുന്ന കാര്യമെന്ന് പറയുന്നത്, പല വിദ്യാർത്ഥികൾക്ക് സംഭവിക്കുന്ന കാര്യമെന്ന് പറയുന്നത്, റിസൾട്ട് നോ ചേഞ്ച്. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് കാണിക്കുന്ന റിസൾട്ടാണ് റീവാലുവേഷൻ റിസൾട്ട് അല്ലെങ്കിൽ സ്ക്രൂട്ടണി റിസൾട്ട്. റീവാലുവേഷൻ റിസൾട്ട് വന്നു കഴിയുമ്പോൾ ഏറ്റവും അധികം കാണിക്കുന്ന ഒരു കാര്യമാണ് നോ ചേഞ്ച്. അതായത് നിങ്ങളുടെ മുമ്പേ ഉണ്ടായിരുന്ന മാർക്കിൽ തന്നെ ഇത്രയും വലിയ വേരിയേഷൻസ് ഒന്നും സംഭവിച്ചിട്ടില്ല. ചുരുക്കി പറയുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റിക്ക് പണം ഉണ്ടാക്കാനുള്ള ഒരു മാർഗ്ഗമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു രീതിയിൽ അങ്ങനെ തന്നെ പറയാം. കാരണം റീവാലുവേഷൻ 900 സംതിങ് രൂപ, സ്ക്രൂട്ടണിക്ക് ഏതാണ്ട് എത്ര 200 രൂപ, അത് 200 300 രൂപ. അതുപോലെ തന്നെ ഫോട്ടോ കോപ്പിക്കും ഏതാണ്ട് ആ റേഞ്ചിൽ തന്നെയാണ് പൈസ, 300 രൂപയോളം തന്നെയാകും. ശരിക്കും ഇതൊരു പൈസ ഉണ്ടാക്കാനുള്ള മാർഗ്ഗം അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കണക്കിനാണെന്ന് പറയാൻ സാധിക്കും. കാരണം ഈ റീവാലുവേഷൻ, ഫോട്ടോ കോപ്പി കൊടുക്കുമ്പോൾ മാർക്ക് കാര്യമായ രീതിയിലുള്ള വേരിയേഷൻസ് ഉണ്ടാകാറില്ല. തീർച്ചയായും ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് റീവാലുവേഷനിൽ മാർക്ക് കൂടുമെന്ന് 100% ഗ്യാരണ്ടി ഉണ്ട്. നിങ്ങൾ എഴുതിയ മാർക്ക് നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല, നിങ്ങൾ പ്രൊഡിക്റ്റ് ചെയ്ത മാർക്ക് നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, റീവാലുവേഷൻ പ്ലസ് സ്ക്രൂട്ടണി കൊടുക്കുക. ശ്രദ്ധിക്കുക, റീവാലുവേഷൻ മാത്രമാക്കരുത്, റീവാലുവേഷൻ പ്ലസ് സ്ക്രൂട്ടണി കൊടുക്കുക. ഈ റീവാലുവേഷൻ പ്ലസ് സ്ക്രൂട്ടണി എന്ന് പറയുന്നതിന് കാര്യം, റീവാലുവേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആ പേപ്പർ കാണുന്നില്ല, മറ്റൊരു അധ്യാപകൻ വീണ്ടും ആ പേപ്പർ നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫോട്ടോ കോപ്പി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന പേപ്പറിൻ്റെ കോപ്പി നമ്മുടെ കയ്യിൽ കിട്ടും. നമ്മൾ അപ്ലൈ ചെയ്യുന്ന പേപ്പറിൻ്റെ കോപ്പി നമ്മുടെ കയ്യിൽ കിട്ടും. നമുക്ക് പരിചയമുള്ള ഒരു മറ്റധ്യാപകനെ കൊണ്ടോ അല്ലെങ്കിൽ വേറെ ടീച്ചേഴ്സിനെ കൊണ്ടോ നമുക്കൊക്കെ നോക്കിക്കാൻ പറ്റും. യൂണിവേഴ്സിറ്റി നോക്കുന്നതിനെ കഴിഞ്ഞ് നല്ലത് ഇപ്പോൾ നമുക്ക് പരിചയമുള്ള ഒരു ടീച്ചേഴ്സിൻ്റെ അടുത്ത് നമുക്ക് ആ പേപ്പർ കൊണ്ടുപോയി അവരെ കൊണ്ട് നമുക്ക് ആ പേപ്പർ വാല്യുവേഷൻ ചെയ്യിപ്പിച്ച് നോക്കുകയും ചെയ്യാം. നമ്മൾ വിചാരിച്ച മാർക്ക് വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് പരിശോധിക്കാം. അവർ വിചാരിച്ച മാർക്ക് വരുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ റീവാലുവേഷൻ കൊടുക്കുന്ന വിദ്യാർത്ഥികൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്, റീവാലുവേഷൻ മാത്രം കൊടുക്കുന്നതുകൊണ്ട് കാര്യമുണ്ടാവുമോ? ലാസ്റ്റ് ഇപ്പോൾ ഞാനിത് റീവാലുവേഷൻ പ്ലസ് സ്ക്രൂട്ടണി ഇത് ഫോട്ടോ കോപ്പി കൊടുക്കാൻ പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത്, ഈ റീവാലുവേഷൻ അപ്ലൈ ചെയ്യേണ്ട അതേ സമയത്ത് തന്നെയാണ് റീവാലുവേഷൻ, ഫോട്ടോ കോപ്പി, സ്ക്രൂട്ടണിക്ക് എന്നത് സെയിം ടൈമിൽ തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇതിപ്പോൾ റീവാലുവേഷൻ റിസൾട്ട് വന്നിട്ട് പിന്നീട് ഒരു ഫോട്ടോ കോപ്പിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള ചാൻസ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ കൊടുക്കുമ്പോൾ ഒന്നിച്ച് തന്നെ കൊടുക്കണം. ഫോട്ടോ കോപ്പി ആകുമ്പോൾ നമുക്ക് നമ്മുടെ പേപ്പർ കൈ കിട്ടും. നമുക്ക് മറ്റൊരു അധ്യാപകനെയുണ്ട്, നമുക്ക് പരിചയമുള്ള ഇപ്പോൾ ഒരു ഇംഗ്ലീഷിൻ്റെ പേപ്പറിൽ വിചാരിച്ച മാർക്ക് ലഭിക്കാത്തൊരു വിദ്യാർത്ഥിക്ക് റീവാലുവേഷൻ കൊടുത്തു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി തന്നെയാണ് അത് ചെയ്യുന്നത്. ഈ 930 രൂപ ഒരു വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നുണ്ടെങ്കിലും വിദ്യാർത്ഥിക്ക് അവിടെ റോള് വരുന്നില്ല. മൊത്തം യൂണിവേഴ്സിറ്റിയും അധ്യാപകർ തമ്മിലാണ് റോള് വരുന്നത്. വിദ്യാർത്ഥിക്ക് ആ പേപ്പർ കാണാൻ പോലും പറ്റുന്നില്ല. നോ ചേഞ്ചിന് റിസൾട്ട് വന്നു കഴിയുമ്പോൾ നോ ചേഞ്ച് ആണെങ്കിൽ വിദ്യാർത്ഥിക്ക് പിന്നെ ഒരു അപ്പീലും പോകാൻ സാധിക്കുന്നതല്ല.
അതുകൊണ്ട് തന്നെയാണ് ഫോട്ടോ കോപ്പി കൊടുക്കാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. ഫോട്ടോ കോപ്പി ആകുമ്പോൾ നിങ്ങളുടെ പേപ്പറിൻ്റെ പകർപ്പ് നിങ്ങളുടെ കയ്യിൽ കിട്ടും. നിങ്ങൾക്ക് പരിചയമുള്ള മറ്റൊരു അധ്യാപകനെ കൊണ്ട് നിങ്ങൾക്ക് ആ പകർപ്പ് നോക്കിക്കാം. അതുപോലെ തന്നെ എന്താണ്, നിങ്ങൾ വിചാരിച്ച മാർക്ക് നിങ്ങൾ നോക്കിക്കുന്ന അധ്യാപകൻ നിങ്ങൾ പറഞ്ഞ മാർക്ക് വരുന്നുണ്ട്. പക്ഷേ യൂണിവേഴ്സിറ്റി അധ്യാപകൻ നോക്കുമ്പോൾ ആ മാർക്ക് വരുന്നില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ആ പേപ്പറിൻ്റെ കോപ്പി വെച്ച് യൂണിവേഴ്സിറ്റിയിലേക്ക് നിങ്ങൾക്ക് അപ്പീൽ കേസ് ഫയൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ്, ഉദാഹരണം പറയുകയാണെങ്കിൽ എന്താണ്, ഇംഗ്ലീഷിൻ്റെ പേപ്പർ റിസൾട്ട് വന്നപ്പോൾ വിചാരിച്ച മാർക്ക് കിട്ടിയില്ല. അതുപോലെ തന്നെ റീവാലുവേഷൻ കൊടുത്തപ്പോഴും വേണ്ടത്ര മാർക്ക് കൂടിയിട്ടില്ല. ബട്ട് ഫോട്ടോ കോപ്പി നിങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷേ നിങ്ങൾ കൊടുക്കുന്ന അധ്യാപകർ നോക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന മാർക്ക് വരുന്നുണ്ട്. പക്ഷേ യൂണിവേഴ്സിറ്റി അധ്യാപകർ നോക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾ വിചാരിക്കുന്ന മാർക്ക് വരുന്നില്ല എങ്കിൽ എവിടെയാണ് അവർ നോക്കാത്തത്, യൂണിവേഴ്സിറ്റി അധ്യാപകർക്ക് എവിടെയാണ് പേപ്പറിൽ മിസ്റ്റേക്ക് സംഭവിച്ചത്, ആ ഭാഗം നിങ്ങൾക്ക് റൗണ്ട് ചെയ്തിട്ട് ഈ ഭാഗം നോക്കിയിട്ടില്ല, അല്ലെങ്കിൽ ഈ ഭാഗത്തിന് കുറച്ചും കൂടെ മാർക്ക് ഇടാൻ സാധിക്കും, പക്ഷേ അത് അവരിട്ടിട്ടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിലേക്ക് ഒരു അപ്പീൽ ഫയൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ മറ്റൊരു അധ്യാപകനെ കൊണ്ട് വീണ്ടും നിങ്ങളുടെ പേപ്പർ നോക്കിക്കുകയും തീർച്ചയായും നിങ്ങൾക്ക് അവിടെ മാർക്ക് കൂടാനുള്ള സാധ്യത വളരെ കാര്യമാണ്. പിന്നെ സ്ക്രൂട്ടണിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സ്ക്രൂട്ടണി ഞാൻ എൻ്റെ വ്യക്തിത്വത്തിൽ എൻ്റെ പേഴ്സണലി ഞാൻ എന്ത് ചെയ്യില്ല, സ്ക്രൂട്ടണിനെ സപ്പോർട്ട് ചെയ്യില്ല. സ്ക്രൂട്ടണി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജസ്റ്റ് മാർക്കൊന്നും കൂടി നോക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഈ റീവാലുവേഷൻ ഫോട്ടോ കോപ്പി സ്ക്രൂട്ടണിയെ സംബന്ധിച്ച് ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ 2, 4, 6, 8, 10 എന്ന് പറയുന്ന മാർക്കൊന്ന് ജസ്റ്റ് കൂട്ടി നോക്കുന്നല്ലാതെ സ്ക്രൂട്ടണിയെ കൊണ്ട് പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നുമില്ല. അതിന് ഏതാണ്ട് 200 രൂപയ്ക്ക് അടുത്ത് അതിനും വരുന്നുണ്ട്. നിങ്ങളുടെ മാർക്ക് ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ 10 മാർക്കിൻ്റെ 2 മാർക്കിന് 5 ചോദ്യമാണെങ്കിൽ 2, 4, 6, 8, 10 ഇങ്ങനെ ഒരു തവണ കൂട്ടുന്നതിനാണ് ഈ സ്ക്രൂട്ടണി എന്ന് പറയുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും അവിടെ സംഭവിക്കുന്നുമില്ല. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഇവിടെ വിചാരിച്ച മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഇവിടെ ചെയ്യാൻ സാധിക്കുന്ന 3 ഓപ്ഷൻസാണ് റീവാലുവേഷൻ, ഫോട്ടോ കോപ്പി, സ്ക്രൂട്ടണി. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവ ചെയ്യുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും പണി കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ പോകും, അത്ര തന്നെയാണ്. ഇപ്പം ഞാൻ പറഞ്ഞു റീവാലുവേഷന് 900 സംതിങ് രൂപ തന്നെയാണ് വരുന്നത്. ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കൂടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം, ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ മാത്രം തീർച്ചയായും അപ്ലൈ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ 1 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ, ഇപ്പോൾ നിങ്ങൾ പല വിദ്യാർത്ഥികളും പറഞ്ഞു നമ്മൾ തോറ്റുപോയെന്ന്, അപ്പോൾ 1 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ തോറ്റ വിദ്യാർത്ഥികളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ റീവാലുവേഷൻ അപ്ലൈ ചെയ്യുക. കിട്ടിയാൽ കിട്ടി, പോയാൽ പോയെന്ന രീതിയിൽ അപ്ലൈ ചെയ്ത് നോക്കുക. ഇത് നമ്മൾ ആദ്യമേ പറഞ്ഞത് 2020 അഡ്മിഷൻ വിദ്യാർത്ഥികളെ സംബന്ധിച്ചത് അവസാന ചാൻസും കൂടിയാണെന്ന്. അപ്പോൾ തീർച്ചയായും അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ പുതിയ കാണുന്നവരെ ഫണ്ട് ബൈ.